പുതിയ വീഡിയോ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഐടെലിൻ്റെ ഒരു 43 ഇഞ്ചിൻ്റെ ടി വി. ഈ ടി വിയുടെ പ്രൈസാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പ്രൈസും അതിൻ്റെ അകത്തുള്ള സ്പെക്കും വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബഡ്ജറ്റിൽ പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ടി വി. ഈ ടി വിയുടെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 16,599 രൂപയ്ക്ക് 43 ഇഞ്ചിൻ്റെ ഒരു സ്മാർട്ട് ടി വിയാണ് കിട്ടുന്നത്. ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള കൂളിറ്റ OS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു OS ആണ് ഇതിനകത്തുള്ളത്. പിന്നീട് ഓരോ ഫീച്ചറുകളുണ്ട്, ഓരോന്നായിട്ട് നമുക്ക് പറയാം. അതിന് മുന്നേ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഇന്നത്തേക്ക് സിനിമാറ്റിക്സ് ഒന്നുമില്ല. ഓക്കെ, ഈ പെട്ടിനെ മൊത്തത്തിൽ താഴോട്ടെടുത്ത് വെച്ചിട്ട് ടി വിനെ മാത്രം മേലോട്ടെടുത്ത് വയ്ക്കാം. ഇതാണ് നമ്മുടെ ഐടെലിൻ്റെ ടി വി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഐടെൽ എന്ന ബ്രാൻഡ് നമ്മൾ പലരും കേട്ടിട്ടുണ്ട്. അവർക്ക് ഹെഡ്ഫോൺസ് ഉണ്ട്, അങ്ങനെയുള്ള ചെറിയ ഗാഡ്ജറ്റുകളുണ്ട്. നമ്മുടെ ഐടെലിന് ആൻഡ്രോയിഡ് ടി വി സീരീസും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള കൂളിറ്റ OS ഒക്കെ വരുന്നതുമുണ്ട്. നമ്മൾ ടി വിനെ ജസ്റ്റ് ഒന്ന് പൊളിക്കുവാണേ. 24 വാട്ട്സിൻ്റെ ഒരു ഡോൾബി ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്ന സ്പീക്കേഴ്സാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ടി വിനെ നിലയ്ക്ക് നിർത്താനായിട്ട് അവർ 2 സ്റ്റാൻഡ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് 2 കളറിലാണ് വരുന്നത്. ഇത് റൈറ്റ് സൈഡ് സ്റ്റാൻഡും ഇത് ലെഫ്റ്റ് സൈഡ് സ്റ്റാൻഡും. നമുക്ക് ഈ ടി വിക്ക് 2 കാല് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഐടെലിൻ്റെ 43 ഇഞ്ച് സ്മാർട്ട് ടി വി. ഇതിൻ്റെ അകത്തുള്ള കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കുറേ പോപ്പുലർ ആയിട്ടുള്ള OTT പ്ലാറ്റ്ഫോംസ് എല്ലാം ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആമസോൺ പ്രൈം, സോണി ലിവ്, ഇവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലത്തെ കുറേ എണ്ണം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും. പിന്നീട് 24 വാട്ട്സിൻ്റെ ഒരു ഡോൾബി ഓഡിയോ ബോക്സ് സ്പീക്കർ സിസ്റ്റമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. 250 നിറ്റ്സ് വരെയാണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് ലെവൽ എന്ന് പറയുന്നത്, പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു റൂമിൻ്റെ അകത്ത് വേണ്ട എല്ലാ തരത്തിലുള്ള ബ്രൈറ്റ്നസ്സും നമുക്ക് കിട്ടും. ഇപ്പോൾ ഒരു ജനലിൽ കൂടി കുറച്ച് വെട്ടം വന്നാലോ അല്ലെങ്കിൽ വെയിലടിച്ചാലോ ഒക്കെ കാണുന്ന രീതിയിൽ, അത്യാവശ്യം നല്ല രീതിയിൽ കാണുന്ന രീതിയിൽ തന്നെയാണ് ടി വി ഉള്ളത്. ടി വി ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. ഐടെൽ എന്ന ബ്രാൻഡ് ഈ ഒരു ടി വിയുടെ ഡിസൈനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഫ്രെയിംലെസ് ഡിസൈനും അതുപോലെ തന്നെ ഭയങ്കര സീംലെസ് ആയിട്ടുള്ള വിഷ്വൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ്. ആക്ച്വലി നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും, ഫുൾ HD ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഏത് പാനലാണെന്നുള്ളത് അവർ പറഞ്ഞിട്ടില്ലെങ്കിലും A ഗ്രേഡ് പാനൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഐടെൽ പറയുന്നത്. അതുപോലെ തന്നെ ക്രോംകാസ്റ്റ് ഇതിനകത്ത് എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ റിമോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഇൻപുട്ട് ബട്ടൺ ഉണ്ട്, പവർ ബട്ടൺ ഉണ്ട്, മ്യൂട്ട് ബട്ടൺ ഉണ്ട്, പിന്നെ നമുക്ക് ചാനൽ മാറ്റേണ്ടതൊക്കെ ഉണ്ട്, ഹോം ബട്ടൺ ഉണ്ട്, പിന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് പ്രൈം വീഡിയോ, അതുപോലെ തന്നെ യൂട്യൂബ്, സ്മാർട്ട് ടി വിയുടെ മൊത്തത്തിലുള്ള സെറ്റിംഗ്സിൻ്റെ ബട്ടൺ എന്നിങ്ങനെ 3 ബട്ടണാണ് കൊടുത്തിട്ടുള്ളത്. പുറകിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് AV in 1ഉം AV in 2ഉം ഉണ്ട്. പിന്നെ 2 USB 2.0 കൊടുത്തിട്ടുണ്ട്. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇയർഫോൺ പോർട്ട്, ഒരു ലാൻഡ് പോർട്ട്, ഒരു HDMI 1 അതായത് ARC സപ്പോർട്ട് ചെയ്യുന്നത്, പിന്നെ ഒരു HDMI 2, പിന്നീട് ഒപ്റ്റിക്കൽ ഔട്ടും ഒരു RF ഔട്ടുമാണ് ഈ ഒരു ടി വിക്കകത്ത് കംപ്ലീറ്റ് ആയിട്ട് വരുന്ന പോർട്ടുകളെന്ന് പറയുന്നത്. ടി വിയുടെ ടോട്ടൽ പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത് 60 വാട്ട്സ് ആണ്. സ്പീക്കേഴ്സിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 2 12 വാട്ട്സിൻ്റെ ബോക്സ് സ്പീക്കേഴ്സാണ് വരുന്നത്. ടോട്ടലി 24 വാട്ട്സിൻ്റെ ഡോൾബി ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്ന സ്പീക്കേഴ്സ്. പിന്നീട് നമുക്ക് ഫുൾ HD റെസൊല്യൂഷനിലാണ് ഈ ടി വി വരുന്നത്. അതായത് HD അല്ല, ഫുൾ HD ആണ്. ടി വിയുടെ ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 3.6 kg ആണ്. അതുമാത്രമല്ല നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വാൾ മൗണ്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചുമരിലൊക്കെ വെക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് ചുമരിൽ വെക്കാം. വലിയ സൈസ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടേബിളാണ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ടേബിളിലും വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ടോട്ടലി ഉള്ളൊരു എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആപ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു ബ്രൗസർ വരുന്നുണ്ട്, ഒരു ആപ്പ് സ്റ്റോർ വരുന്നുണ്ട്, നമ്മുടെ കാസ്റ്റ് ചെയ്യാനുള്ളത് സോഴ്സ്, ഗെയിംസ്, മീഡിയ, യൂട്യൂബ്, പ്രൈം വീഡിയോ. പിന്നെ നമ്മൾ അകത്തേക്ക് പോകുന്ന സമയത്ത് ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണോ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നത് അതൊക്കെ കാണാനായിട്ട് പറ്റും. ഐടെലിൻ്റെ ഈ ഒരു 43 ഇഞ്ച് ടി വിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് വെർത്തായിട്ടുള്ള ഒരു പെർഫോമൻസ് ആ ഒരു ടി വി തരുന്നുണ്ട്. ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള കൂളിറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു OS ആണ്. ആ OSൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് കുറേ OTT പ്ലാറ്റ്ഫോംസ് വരുന്നുണ്ട്. അത് തന്നെയാണ്. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ കുറച്ച് ആപ്ലിക്കേഷൻസും കാര്യങ്ങൾ ബ്രൗസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോർട്ട് കട്ട് ആഡ് ചെയ്യൂലേ ബ്രൗസറിൽ നിന്ന്, അതേപോലെ ഒരു ബ്രൗസർ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബ്രൗസർ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് നമ്മുടെ റിമോട്ടിൻ്റെ അകത്തായിട്ട് ഒരു ബ്രൗസറിൻ്റെ സിമ്പിൾ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൗണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്തു. സൗണ്ട് ആവറേജ് സൗണ്ട് മാത്രമേ നമുക്ക് അതിനകത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അതുപോലെ തന്നെ കിട്ടുന്നുള്ളൂ. പിക്ചർ ക്വാളിറ്റി നന്നായിട്ടുണ്ട്, കളേഴ്സൊക്കെ നല്ല എടുത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ ഇത്രയും പെർഫോമൻസ് ഒരിക്കലും ഒരു കാരണവശാലും ഈ ഒരു ടി വിക്കകത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്തതല്ല. പക്ഷേ എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ഈ ഒരു ടി വി തരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഐടെലിൻ്റെ ടി വിയുടെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ ഒരു ടി വിനെ കുറിച്ചിട്ടും ഈ ഒരു ബ്രാൻഡിനെ കുറിച്ചിട്ടും നിങ്ങളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, ഐടെൽ എന്ന ബ്രാൻഡിൻ്റെ എന്തെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. ഞാനും എൻ്റെ എക്സ്പീരിയൻസ് കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ബൈ.